പ്രസംഗകല. എനിക്കൊരു സ്വപ്നമുണ്ട്. ഒരു ദിവസം എൻ്റെ രാജ്യം സത്തയിലേക്ക് ഉയർന്നു വരും. മനുഷ്യരെല്ലാവരും പരസ്പരം തുല്യരായി കാണുന്ന ദിവസങ്ങളെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു. ഇത് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ശേഷമാണ് അമേരിക്ക സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വപ്നം കണ്ടു തുടങ്ങിയത്. ലോകത്തിൻ്റെ ചരിത്രം പോലും മാറ്റാൻ ആ വാക്കുകളുടെ ശക്തി കൊണ്ട് കഴിഞ്ഞു. ഒരു പ്രസംഗം ഒരു രാജ്യത്തിൻ്റെ ഭാവി തിരുത്തി കുറിച്ചു. ഇത്രയും പറഞ്ഞത് പ്രസംഗകലയെക്കുറിച്ച് പറയാനാണ്. മികച്ച പ്രാസംഗികനാകാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആത്മവിശ്വാസക്കുറവ് കാരണം ആ മേഖലയിലേക്ക് വരാതിരിക്കുന്ന ധാരാളം പേരെ കാണാം. പ്രസംഗകലയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അകാലത്തിൽ മരണമടഞ്ഞ ഡയാന രാജകുമാരിയുടെ ഒരു ആഗ്രഹം ചാൾസ് രാജകുമാരനെ പോലെ പ്രസംഗിക്കാൻ സാധിക്കുക എന്നതായിരുന്നു. റിച്ചാർഡ് ഗ്രീൻ എന്ന പ്രഭാഷകൻ രാജകുമാരിക്ക് നൽകിയ മറുപടി ഇതായിരുന്നു: നമ്മുടെ മനസ്സിലെ കാര്യം മറ്റുള്ളവരോട് സംവദിക്കുക എന്നത് മാത്രമാണ് പ്രഭാഷണം. നിങ്ങളുടെ വലിയ മനസ്സിലെ അനുകമ്പയും സ്നേഹവും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഹൃദയത്തിൽ നിന്നുള്ള അത്തരം സംഭാഷണങ്ങളാണ് മികച്ച പ്രഭാഷണമെന്ന് അദ്ദേഹം അവർക്ക് പറഞ്ഞുകൊടുത്തു. ഏറ്റവും നല്ല പ്രാസംഗികർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: മികച്ച സംഭാഷണത്തിന് ഒരു വർത്തമാനത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ഒരു പ്രാസംഗികൻ ചെയ്യുന്നത്. ഇതുതന്നെയാണ് മികച്ച പ്രാസംഗികന് ആവശ്യമായ സവിശേഷമായ ഗുണവും. ഒരു പ്രഭാഷണ കലയിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട 7 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. പ്രഭാഷണ കലയിൽ ആദ്യത്തേത് വാക്കുകളാണ്. വാക്കുകൾ കൊണ്ട് പടുത്തുയർത്തുന്നതാണ് പ്രഭാഷണമെന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്ന ആശയവിനിമയത്തിലെ 7% മാത്രമേ വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന കാര്യമാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. നല്ല വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നല്ല പ്രാസംഗികനാവില്ല എന്ന് ചുരുക്കം. രണ്ടാമത്തെ ഘടകം നമ്മുടെ ശബ്ദമാണ്. ആകർഷകമായ ശബ്ദമുണ്ടായിരിക്കുക എന്നതല്ല നല്ല ശബ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദത്തിലെ ചുറുചുറുക്കും ഊർജവും ഉയർച്ച താഴ്ചയും എല്ലാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല ശബ്ദത്തിനുടമയാണ്, പക്ഷേ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നല്ല പ്രാസംഗികനല്ല. നല്ല ശബ്ദം കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല എന്ന് ചുരുക്കം. മൂന്നാമത്തെ ഘടകം നല്ല ബോഡി ലാംഗ്വേജ് അഥവാ ശരീരഭാഷ ഉണ്ടായിരിക്കുക എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങളുടെ ചലനം എല്ലാം എങ്ങനെയുള്ളതാണ് എന്നെല്ലാമാണ് ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന കാര്യം. മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോഡി ലാംഗ്വേജിനേക്കാൾ നിങ്ങളുടെ സ്വാഭാവികമായ ശരീരചലനമാണ് നല്ല പ്രാസംഗികന്റെ ജോലി എളുപ്പമാക്കുന്നത്. കാരണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളുടെ ആശയങ്ങളുടെ ഊർജം തന്നെയാണ് നിങ്ങളുടെ ശരീരഭാഷയായിത്തീരുന്നത്. ഈ ശരീരഭാഷയാണ് നിങ്ങളെയും ശ്രോതാക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകം. നാലാമത്തെ കാര്യം, നിങ്ങളുടെ പ്രസംഗത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം തന്നെയാണ്. പറയാനുള്ള കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്നുണ്ടോ അതത്രയും ഊർജത്തോടെ, ശക്തിയോടെ, വ്യക്തതയോടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ അതാണ് ശ്രോതാവിന് ഏറ്റവും ആകർഷകമായി തോന്നുന്ന ഘടകം. അടുത്തതായി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളായിരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ടായിരിക്കണം. മികച്ച പ്രാസംഗികർ അവരുടെ പ്രസംഗം തയ്യാറാക്കി വായിച്ച് അവതരിപ്പിക്കുന്നതല്ല. അവർക്ക് പറയാനുള്ള ആശയത്തിന്റെ ഊർജത്തെ നമ്മളുമായി പങ്കിടുക മാത്രമാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം, നമുക്ക് പറയാനുള്ള കാര്യം ഒരു കഥ പോലെ അടുക്കും ചിട്ടയുമായി പറയാനുള്ള കഴിവ് നമുക്ക് വേണം. കേൾക്കുന്ന ആൾ ഒരു യാത്രയിലൂടെ എന്ന പോലെ ആയിരിക്കണം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ആശയത്തെ അവതരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അവർ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ പറഞ്ഞതൊന്നുമില്ല എങ്കിലും ഇനി പറയുന്ന കാര്യം പ്രാസംഗികന് വേണ്ട ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ഏറ്റവും ആവശ്യമായ ആ ഗുണം എന്നത് പാഷനാണ്. ലോകത്തെ മഹാന്മാരായ നേതാക്കൾക്ക് ഈ ഗുണമുണ്ടായിരുന്നു. അവർ മികച്ച പ്രാസംഗികരായത് അവർ വിശ്വസിച്ചിരുന്ന ആശയങ്ങളിലുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ്. പാഷനാണ് അവരുടെ ശക്തിയായി മാറിയത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാർട്ടിൻ ലൂഥർ കിങ് തന്റെ ആശയങ്ങളുടെ കരുത്ത് കൊണ്ട് ഒരു ജനതയെ പുതിയ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ആ സ്വപ്നം അവരോട് പങ്കുവച്ചപ്പോഴാണ് ഒരു പുതിയ ജനതയായി മാറാൻ അവർക്ക് കഴിഞ്ഞത്. ശ്രോതാക്കൾ നമ്മളോട് ബന്ധം സ്ഥാപിക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണ്.
ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടോ എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം, നമ്മൾ തുടക്കക്കാരാണെങ്കിൽ പറയാനുള്ള ആശയം എന്താണ് എന്നതിൽ നല്ല രീതിയിൽ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് എന്നതാണ്. നമുക്ക് മികച്ച പ്രാസംഗികനാകാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിലേക്ക് തയ്യാറെടുപ്പ് കുറച്ചുകൂടി എളുപ്പമാകും. പ്രധാനമായും നമുക്ക് വായനാശീലം അത്യാവശ്യമാണ്. നമുക്ക് പറയാനുള്ള ആശയം തന്നെയാണ് പ്രധാനം. പക്ഷേ അത് നന്നായി അവതരിപ്പിക്കാൻ ആവശ്യമായ പദാവലി കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ അത് ലളിതമായിരിക്കുകയും വേണം. ആളുകൾക്ക് മനസ്സിലാകാത്ത പദാവലികൾക്ക് പകരം എളുപ്പത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഭാഷ. സാഹിത്യം കൊണ്ട് നിറഞ്ഞതോ അറിവ് കൊണ്ട് നിറഞ്ഞതോ അല്ല, ആശയം കൊണ്ട് സമ്പുഷ്ടമായിരിക്കണം. നിങ്ങളുടെ ആശയത്തെ എളുപ്പത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കാനായി ഏറ്റവും ലളിതമായ ഭാഷയായിരിക്കണം അത്. ഹൃദയത്തിൽ തൊടുന്ന ഭാഷയായിരിക്കണം നിങ്ങളുടേത്. വായനാശീലം വർദ്ധിപ്പിക്കാനുള്ള റെഫറൻസ് ധാരാളം ഇക്കാലത്തുണ്ടല്ലോ. ഇതിനായി കവിതകളും കഥകളും മികച്ച ലോക സാഹിത്യങ്ങളും പത്രവാർത്തകളും സോഷ്യൽ മീഡിയ തുടങ്ങി എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. മികച്ച പ്രാസംഗികരുടെ ശൈലി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അവരുടെ രീതികൾ മനസ്സിലാക്കുന്നതിനായി നമുക്കാവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം നമ്മുടെ പരിശീലനമാണ്. നമ്മൾ നമ്മളെ തന്നെ മികച്ച പ്രാസംഗികനായി കണ്ട് നന്നായി പ്രസംഗിക്കുകയാണ് ചെയ്യാനുള്ളത്. നമുക്ക് കിട്ടുന്ന ഏതൊരാളെയും ശ്രോതാവായി കണ്ട് നമ്മുടെ ശ്രോതാവാണെന്ന് സങ്കല്പിച്ച് അവർക്ക് മുന്നിൽ പ്രാസംഗികനാവുക. തമാശ രൂപേണയല്ല, കാര്യ ഗൗരവത്തോടു കൂടി തന്നെ. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമുക്ക് പരിശീലിക്കാം. ആദ്യം നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ നല്ലൊരു പ്രാസംഗികനാണ് എന്ന് ബോധ്യം വന്നാൽ അത് നമ്മളെ ഏറെ സഹായിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും എല്ലാം നമ്മുടെ ശ്രോതാക്കളാക്കി മാറ്റുക. ഇങ്ങനെ ചെയ്യുന്നത് വലിയ ആത്മവിശ്വാസം നൽകും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശബ്ദത്തിന്റെ മോഡുലേഷൻ, ഉയർച്ച താഴ്ചകൾ, വാക്കുകൾ ഇവ ഉപയോഗിക്കുന്ന രീതി, ഇവയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. പ്രാസംഗികനാകാനുള്ള തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. നമ്മൾ നമ്മുടെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് നോക്കുക. ശബ്ദകലയുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ പരിശീലനം ആവശ്യമാണ്. മാത്രമല്ല, ഈ പരിശീലനം നമുക്ക് വലിയ സംതൃപ്തി തരും. നമ്മുടെ ശബ്ദം ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്താൽ മതിയാകും. അത് കഴിഞ്ഞ് കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ഉപയോഗിക്കുന്ന വാക്കുകൾ, ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ, ശബ്ദത്തിലെ ഊർജം, ശബ്ദത്തിന്റെ സ്വഭാവം തുടങ്ങി പല കാര്യങ്ങളും ഈ പരിശീലനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, പറയാനുള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്, മൈക്ക് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. മൈക്രോഫോൺ ആണെങ്കിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണെങ്കിലും മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശ്വാസഗതി മനസ്സിലാക്കിക്കൊണ്ട് വേണം മൈക്ക് ഉപയോഗിക്കാൻ. ശബ്ദം നേരിട്ട് മൈക്കിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ടെക്നീഷ്യന്റെ സഹായം തേടാവുന്നതാണ്. പ്രഭാഷകൻ അറിഞ്ഞിരിക്കേണ്ട കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു. സ്റ്റേജിൽ നിന്നും ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ നടന്നു നീങ്ങിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആളുകളുടെ ഫോക്കസ് അത്രയും നിങ്ങളിലായിരിക്കും. ആളുകളോട് കൂടുതൽ അടുത്തതായി നിങ്ങൾക്ക് തോന്നും. കൂടുതൽ സൗഹൃദമുണ്ടാകും. തുടർന്നുള്ള സംഭാഷണത്തിന് അത് കൂടുതൽ ഊർജം നൽകും. മറ്റൊന്ന്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വലിയ വേഗത്തിൽ പറയാതെ ശ്രദ്ധിക്കുക. അപ്പോഴും അവരുടെ ശ്രദ്ധ നിങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് പെട്ടെന്ന് വരും. സംഭാഷണത്തിനിടെ ഇരിക്കുകയാണെങ്കിൽ അത് അവരുടെ വിശ്വാസം കൂടുതൽ നേടാൻ സഹായിക്കും. പ്രസംഗത്തിനിടെ ശബ്ദം അല്പം കുറയ്ക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും കൂടുതൽ ഗൗരവകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ഇനി പ്രസംഗത്തിനിടെ ഏതാനും നിമിഷം നിങ്ങൾ നിശബ്ദമാകുമ്പോൾ പൂർണ്ണമായ ശ്രദ്ധ തരാൻ ശ്രോതാക്കൾ നിർബന്ധിതരാകും. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇവയെല്ലാം നിങ്ങളുടെ അവതരണത്തെ ആകർഷകമാക്കും. ഒരിക്കൽ അവരുടെ ശ്രദ്ധ മാറിപ്പോയാൽ അത് തിരികെ കൊണ്ടുവരാൻ വളരെ പ്രയാസമായിരിക്കും. മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, പ്രഭാഷണ കല എന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ജന്മവാസന പോലെ ഒന്നല്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്ന കഴിവാണ് എന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ പരിപാടിയിൽ നിങ്ങൾ സ്വാഗത പ്രാസംഗികനാണ് എങ്കിൽ നിരവധി തവണ ഒരാളുടെ പേര് എടുത്തു പറയാതിരിക്കുക. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഒരു തവണ മതി. അവരെക്കുറിച്ചുള്ള വിവരണം കഴിയുന്നതും ചെറിയ വാചകങ്ങളിലാക്കുക. കൂടുതൽ വിവരണങ്ങളും പരിചയപ്പെടുത്തലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. മറ്റൊന്ന്, സഭാകമ്പമാണ്. സ്റ്റേജിൽ കയറിയ ആളുകളെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ് നല്ല പ്രാസംഗികനാകുന്നത് തടയുന്നത്. മുന്നിലിരിക്കുന്നവർ നമ്മളെക്കാൾ മിടുക്കന്മാരാണ്,
അവർ നമുക്ക് മാർക്കിടും എന്നിങ്ങനെയുള്ള ചിന്തകൾ മാറ്റിവെക്കണം. അവരെ നമുക്ക് തുല്യരായി കാണുക. മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വിഷയം അവരെക്കാൾ നമുക്ക് നന്നായി അറിയാം. ഏതാനും ചിലർ മാത്രമേ ഈ കൂട്ടത്തിൽ ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരുണ്ടാകൂ. അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് വേണ്ടത്. മാത്രമല്ല, നമ്മുടെ തയ്യാറെടുപ്പുകളാണ് നമുക്ക് വേണ്ട വിശ്വാസം തരുന്നത്. മറ്റുള്ളവർ നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവർ നമ്മുടെ ശത്രുക്കളോ എതിരാളികളോ അല്ല. തുറന്ന മനസ്സോടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. പ്രസംഗകലയെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇനി മികച്ച പ്രാസംഗികനാകാൻ ഒരുങ്ങിക്കൊള്ളൂ.